ഇന്ന് ബലിവാവാണേ. ഞാനും ആശയും രഞ്ജിത്തും കൂടെ ആയിട്ട് ഇടപ്പഴിഞ്ഞിയിലെ ഒരു ക്ഷേത്രത്തിൽ അവിടെ പോയി ബലി ഇടാനായിട്ട് പോയായിരുന്നു. റെസിപ്റ്റ് എഴുതി 100 രൂപയാണ് റെസിപ്റ്റിൻ്റെ ചാർജ്. അങ്ങനെ ഞങ്ങൾ ബലി ഇടാനായിട്ട് അങ്ങനെ ക്യൂ നിൽക്കുകയാണ്. രഞ്ജിത്ത് ഞാനും ആശയും കൂടെ ആയിട്ട് അങ്ങനെ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇനി അടുത്ത സ്റ്റെപ്പ് എല്ലാവരും കയറുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ എല്ലാവരും കയറി ഞങ്ങളത് അവിടെ ഇരുന്നു. ഓരോരോ ഐറ്റങ്ങളും കൊണ്ട് തരും, ഇല അങ്ങനെ എല്ലാം തരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം വെച്ചിട്ടാണ് ബലി ഇടുന്നത്. അവിടെ ഒരാൾ മൈക്കിൽ കൂടി ഇരുന്ന് വിളിച്ച് പറയും ഓരോന്നും ചെയ്യുന്നത്. അങ്ങനെ ഇലയും എല്ലാം തന്നു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബലിയൊക്കെ ഇട്ട് അവിടുത്തെ ആറ്റിൽ കൊണ്ട് ഇട്ടിട്ട് തിരിച്ചു വരികയാണേ. പിന്നെ തിലഹോമത്തിന് വേണ്ടി വന്ന് നിൽക്കുമായിരുന്നു. തിലഹോമവും ചെയ്തു. അതും കഴിഞ്ഞ് കോവിലിൽ തൊഴുത് ഇറങ്ങിയപ്പോൾ അവിടെ കാപ്പിയും ബിസ്ക്കറ്റും തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കറികളും ചോറും പപ്പടം എല്ലാം ഉണ്ടാക്കി പായസമൊക്കെ ഉണ്ടാക്കി അച്ഛന് വെച്ച് കൊടുത്തു. കാക്കയ്ക്കും വെച്ച് കൊടുക്കാനായിട്ടാണ് എല്ലാം വിളമ്പുന്നുണ്ടായിരുന്നു. ഇത്രയും വിഭവങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. സാമ്പാർ, അവിയൽ, പിന്നെ പൈനാപ്പിൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ മാങ്ങാച്ചാർ, ഇഞ്ചംപുളി. ഇത് ഞാനൊരു സിനിമയിൽ കണ്ടതാണ്, ഇഞ്ചംപുളി ബ്രോഡടിയിൽ. അപ്പോൾ അതിലെനിക്ക് വയ്ക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിച്ച് അങ്ങനെ ഇഞ്ചംപുളി വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞു. അത് കഴിഞ്ഞു കാക്കയ്ക്ക് ചോറ് കൊടുക്കണ്ടേ, അങ്ങനെ ഒരു കുഞ്ഞില എടുത്ത് കാക്കയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് എടുത്തു. അങ്ങനെ എല്ലാ കറികളും വെച്ച് ചോറ് കൊടുത്ത് പഴം, ചിപ്സ്, ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൊടുത്തു. അത്ര തന്നെ വീഡിയോ. ബൈ.